ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. 6:30 7 മണിക്കാണ് വണ്ടി വന്നത്. അവിടെ സൂപ്പ് വന്നിട്ടുണ്ട്. ഹോട്ടലിൽ എയർപോർട്ടിൽ ഫ്ലൈറ്റൊക്കെ വന്നത്. ഒന്ന് കാണിച്ചു തരാം. ബാഗൊന്ന് സൈഡാകട്ടെ, കാണിച്ചു തരാം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലത്തെ ഹെലികോപ്റ്റർ പിടിക്കാമെന്നുണ്ട്. വേറൊന്നുമല്ല, ഹെലികോപ്റ്റർ എന്താ സ്റ്റാർട്ട് ചെയ്ത് പിടിച്ചിക്കല്ലോ. സ്പീഡ് കൂട്ടി. ഇതെന്തോ പരേഡ് എന്തോ തോന്നുന്നു കേട്ടോ. മിലിറ്ററിക്കാരെ കാരണം മിലിറ്ററിക്കാരുണ്ട്, കുറച്ച് ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ എന്തോ തോന്നുന്നു, ഇല്ല ഐഡിയ ഇല്ല. ഏതായാലും അപ്പോൾ കഴിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സൂപ്പായിരുന്നു. നൂഡിൽസ് വിത്ത് സൂപ്പാണ് നല്ലതെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ഷെർപ്പുണ്ട്, ഇന്നലെ നമ്മളോട് വണ്ടിയിലുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞത് എന്നോട് സൂപ്പ് കഴിക്കുന്നത് നല്ലത് ശരീരത്തിന്, നമ്മളെപ്പോഴും ട്രക്ക് ചെയ്യുന്നതാണ്. കാരണം അവിടെ തണുപ്പല്ലേ, അതുകൊണ്ട്. അപ്പം ഞാൻ അവിടെ ഒരു ഹെലികോപ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ ഞാനെന്താണ് അത് സൂപ്പ് കഴിച്ചു. ജസ്റ്റ് 300 റുപ്പീസേ ഉള്ളൂ, കുഴപ്പമില്ല, നല്ല സാധനം. വയറ് പറയുന്ന അത്രയുണ്ട്, ഒരു വലിയ ബൗള്. ഞാൻ ഫോണ് കുത്തിയിട്ടേനും അതിനും പിന്നെ കാണിക്കാൻ പറ്റാൻ ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ വണ്ടി. സ്റ്റിൽ ഇവിടെ പെണ്ണുങ്ങൾക്ക് തന്നെ ഞാനിന്നും ഫ്രണ്ട് സീറ്റ് ചോദിച്ചു, തരൂലെന്ന് മൂത്ത് നോക്കി പറഞ്ഞു. പെണ്ണുങ്ങൾക്കാന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ സെറ്റപ്പ് നമുക്ക് ഇതായിട്ട് തിരിയില്ല കേട്ടോ. പെണ്ണുങ്ങൾക്ക് മാത്രം ഈ ഫ്രണ്ട് സീറ്റ് കൊടുക്കുന്നതിൻ്റെ ഹെലികോപ്റ്റർ അതാ പറഞ്ഞിട്ടുണ്ട്. എന്ത് രസമാണ് അങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഹെലികോപ്റ്റർ ഇവിടെ ഇറങ്ങിയില്ല, അതാ പോകുന്ന. ചിലപ്പം ലുക്കുകളൊക്കെ ഉള്ള ഹെലികോപ്റ്റർ ആയിരിക്കും. ഇതാണ് വണ്ടിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത്. ഒന്നും കാണാനില്ല നമുക്ക്. അതുകൊണ്ട് എന്താണ് നമുക്ക് തന്താടെത്താൻ നേരത്ത് കാണാം. എന്താ ഞാൻ കാണിക്കാം, നല്ലതേ കണ്ടിട്ടുണ്ടെങ്കിൽ. ഇതാണ് തന്താടയിലേക്കുള്ള വഴി. തന്താടുള്ള വഴി ഫുൾ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ഓഫ് റോഡ്. ഓഫ് റോഡ് റോഡ് കണ്ടോ, ഫുള്ള് എക്സ്ട്രീം ലെവൽ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ. അല്ല, ഒരു ബ്രൈറ്റ്നെസ് കുറച്ച് അടാ ഫുള്ള് തന്നെ ആകുമ്പോൾ ഒരു റോഡ് തന്നെ 4 മണിക്കൂറായിട്ട്. അപ്പോൾ നമ്മളെ വണ്ടി അവിടെ ചായ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. പക്ഷെ നമ്മൾ കുടിച്ചതാണ്, വേറെ ആളുണ്ടല്ലോ, അതുകൊണ്ടാണ്. അടിപൊളി സ്ഥലം. ഇവിടുത്തെ നായ്ക്കളെല്ലാം കണ്ടിരിക്കും, ഭയങ്കര രസമാണ്. വേണ്ട തുടരുത്, എന്നെ തുടരുത്, തൊട്ടിട്ടുള്ള വണ്ടി വേണ്ട. നല്ല രസമാണ് അവരെ കാണാൻ. നല്ലൊരു സ്ഥലം, അടിപൊളി സ്പോട്ട്. ഫുള്ള് റോഡ് തന്നെ കേട്ടോ. അവസ്ഥ ഒന്നും പറയാനില്ല. കഷ്ടപ്പാടോട് കഷ്ടപ്പാട്. കുലുങ്ങി തിന്നെല്ലാം ഛർദ്ദിക്കുമോ എന്നൊക്കെ പേടിയാണ്. ആ രീതിക്കുള്ള കുലുക്ക ഇവിടെ. നമുക്കിവിടെ ഒരു വാട്ടർ ക്രോസിംഗ് ഒക്കെ ഉണ്ട്. വെള്ളം അവസ്ഥ തന്നെ. വീഡിയോ എടുക്കാത്തത് അതുകൊണ്ടാണ്. കാണാൻ വേണ്ടി കുറേ സ്ഥലങ്ങളുണ്ട്. വരുന്ന വഴിക്ക് ഒരു ഹോട്ട് സ്പ്രിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട്, നാച്ചുറൽ. പക്ഷേ ഇതാണ് അവസ്ഥ. കുലുങ്ങി ഫോണിലാക്കുന്ന നേരം വോമിറ്റിംഗ് ടെൻഡൻസി അകണം വരുന്നുണ്ട്. സോ അതാണ് വീഡിയോ എടുക്കാൻ നിൽക്കാത്തത്. ആട്ടി പടർക്കുന്നുണ്ട്. അടിപൊളി റൂട്ടാണ്, പറയാനില്ല. അതിൻ്റെ ബ്ലോഗിങ് അറിയില്ല, അതല്ലേ. അപ്പോൾ സമയം 10:32 നമ്മൾ അടുത്തൊരു സ്ഥലത്ത് വണ്ടി നിർത്തിയേക്കാണ്. എവറസ്റ്റ് ഓട്ടോ നോടിച്ച് എന്നൊക്കെ പറഞ്ഞോ കാണാം. അവിടെ ജസ്റ്റ് മൂത്രയ്ക്കാനൊക്കെ ആയിട്ട് നിർത്തിയതാണ്. കുറേ നേരം ഊരെല്ലൊരു വൈക്കായി. അയ്യോ പറയണ്ട. ഇതാണ് പുതുക്കോശി റിവറുള്ള ബ്രിഡ്ജാണിത്. നമ്മുടെ ഡ്രൈവർ മച്ചാൻ നിൽക്കുമ്പോൾ വെട്ടതാണ്. ഏതാ പുതുകോശി കാണാൻ മുട്ടിഞ്ഞ നിൽക്കാട്ടോ ഈ ഒരു പേര്. ഇതിനെ കൊണ്ട് ഓഫ് റോഡ് അതിനെ കൊണ്ട് ആകുന്നില്ല വീഡിയോ എടുക്കാൻ. ആടി തല കാടയും ഇവിടെ കഴിഞ്ഞു ആണ് സീന്. പിടിച്ചിരുന്നെങ്കിലെങ്കിലേ ഫുൾ ആളുണ്ടെങ്കിൽ സീനില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
ടൈറ്റ് ആയിട്ട് കിടക്കും. ഇതിപ്പോൾ ആകെ ഞങ്ങൾ 3 ആളേ ഉള്ളൂ, ബാക്കിൽ ആകെ 2 ആളുകൾ, 4 ആളെ സീറ്റിൽ. സോ വിഷയമാണ് യുദ്ധം. ദൂതുകോശി കഴിഞ്ഞ് ഇനിയിപ്പം ഓഫ് റോഡിലേക്ക് കയറുക. പിന്നെ ഓഫ് റോഡ് തന്നെ ഫുള്ള് ഓഫ് റോഡ് മാത്രമേ ഉള്ളൂ ഇവിടെ, ഒന്നുമില്ല. ഇപ്പോൾ ഈ സമയം 12 മണിയായി. നമ്മളെ വണ്ടി പിന്നെയും നിർത്തിയിട്ടുണ്ട്. ഒരു ടയർ കൂടെ എൻ്റെ അടുത്തുകൊണ്ടാണ് നിർത്തി. എന്തിനേക്കോ അറിയില്ല. ഏതായാലും വ്യൂ അടിപൊളി വ്യൂ അവിടെ. ദൂതുകോശി താഴെക്കൂടെ ഒഴുകുന്ന സൗണ്ട് ഇവിടെ കേൾക്കാം. ഈ വണ്ടി കുത്തിനിട്ടെല്ലാം കൂടി പകുതി വീര് തീർന്നൊക്കെ. അതൊന്ന ഭക്ഷണം തിരിച്ചിങ്ങനെ അടിച്ചിട്ടേ വീലിനെന്തോ പണിയിട്ടതാ, അത് സെറ്റ് ചെയ്യാം. സംഭവം വീലിന് പണിയിട്ടല്ലോ കേട്ടോ, ഗ്രീസ് അടിക്കുക. മഴയൊക്കെ അല്ലേ, എന്നെ മഴ പെയ്തിനും അതുകൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ അത്ര ഓടിയില്ലേ വണ്ടിയിലുള്ള ബാക്കി എല്ലാവരും ഇറങ്ങി. ഇനിയിപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ മഴ പെയ്യുന്നുണ്ട്. അത് മൺസൂൺ സീസൺ, വലിയ കുഴപ്പമുള്ള മഴയൊന്നുമില്ല, പൊടിയുന്നേ ഉള്ളൂ. നമ്മൾ ഏകദേശം നന്ദാട് എത്താൻ ഇനിയിപ്പോൾ ഒരു 10-20 മിനിറ്റ് കൂടി ഉണ്ടാവും. നന്ദാടക്ക് 20 അരമണിക്കൂറും കണ്ട്. ഓ നല്ല അടിപൊളി വാട്ടർഫോൾ ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ടാ ഇവിടുത്തെ വാട്ടർഫോൾ. അതിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നത്. കണ്ടോ വാട്ടർഫോളാണ്, അടിപൊളി സാധനം. അതിൻ്റെ താഴെ കൂടെ വണ്ടി വന്നു. പക്ഷേ നമുക്ക് ആ ടൈമിൽ ഇതിൽ ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരൂല, കാരണം ഡ്രൈവർ സൈഡാ അത് വരുന്നത്, ഞാനിപ്പുറ സൈഡിലല്ലേ. ശരി എന്നാ ഞാൻ വീടിനോടുക്കും ചിലപ്പോൾ ഇല്ലാത്ത റൂട്ട് ഇട്ടോ. ഗംഭീര ഓഫ് റോഡ്. ഇപ്പൊ കേറിയതിൽ ഏറ്റവും എക്സ്ട്രീം ആയിക്കൊണ്ടിരിക്കുക. അയ്യോ, നേരത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ഞാൻ റീലിടാൻ വേണ്ടി എടുത്താ. റീലിടാൻ പറ്റല്ലോ, പോർട്രേറ്റ് ആയിട്ട് എടുക്കണ്ടേ, ലാൻഡ്സ്കേപ്പ് ആയിട്ട് എടുക്കണ്ടേ. ഇത് സീന് എത്താനായിരുന്നു നമ്മള് നോക്കിയ ആ റീൽസിലൊക്കെ മാത്രം ഇങ്ങനത്തെ സ്ഥലം കണ്ടിട്ടുള്ളൂ. ഇതിന്റെ മുകളിലേക്കൊന്നും എല്ലേക്കും. ഇതിലൂടെയൊക്കെ നാംശയിലേക്ക് ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. നമ്മൾ ട്രക്ക് ചെയ്ത് വരുന്ന ഇപ്പനാണല്ലോ ഇത് റോഡായിട്ട് വന്നത്. ഇതിപ്പോൾ പുതിയ റോഡാ തമ്താട വരെ, പണ്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം അപ്പുറത്ത് മലത്തിൻ്റെ ബാക്കിലെല്ലാം എന്താണ് വേറ്റ് നാംശ എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് കണ്ടിട്ടുണ്ട്. ഒരു നടന്ന് കയറാൻ പറ്റിയ സെറ്റപ്പ് ഉണ്ടാവുമല്ലോ, ആ രീതിക്കുള്ള സാധനം. ഏത് പൊളി, ഒരേ പൊളി സാധനം. വേണ്ട ഒന്നിക്കോ പോകാൻ നോക്കി. അത് വെറും 2 വീൽ ഡ്രൈവില്ല കേട്ടോ കയറ്റുന്നത്. 4 വീല് നേരത്തെ ഇട്ടില്ല. സീനൊരു സാധനം കിടന്ന് ആടുന്ന് ഞാൻ കയറൂല എന്നാ വിചാരിച്ചു. പക്ഷെ അവനത് എടുത്തിട്ട് കൊണ്ടുപോയി, റോഡ് അമ്മ കൊണ്ടുപോയി. വീല് പോകുന്ന ഭാഗമാണ് ഒന്ന് കുയി, എന്താ സംഭവം തിരിയില്ല. 2 ഭാഗത്ത് കുയ്യുണ്ട്. അച്ചായ മോളെ കാലം നല്ല വ്യൂവാ. ഓടെ ഇറങ്ങിയിട്ട് ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് എന്തായാലും എനിക്ക് അരമണിക്കൂറാണ് ഇവർ പറഞ്ഞത്. ആ കണക്കിന് നമുക്ക് 1 മണിക്കൂറിൻ്റെ അടുത്ത് വരും. 1.5 മണിക്കൂർ നമുക്ക് എന്തായാലും എടുക്കും പയ്യെ വരെത്താൻ. ഏത് റൂട്ട് എത്ര കാണിച്ചാലും ഇത് സിനിമ പോലെ എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റൂട്ട് എടുക്കാത്തത്. തീരൂല, എത്ര ടൈം കൊണ്ട് എത്ര എടുക്കുക. കാരണം അത്രയും കാണാനും ഉണ്ട്, പുതിയ പുതിയ സാധനങ്ങളാണ് വരുന്നുള്ളൂ. കണ്ടുമടുത്ത പോലത്തെ ഒന്നും വരുന്നില്ല ഇവിടെ. അവിടുത്തെ ഒരു പ്രത്യേകത. എന്തായാലും ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു റൂട്ടിൽ കൂടെ പോകാന്നുള്ളത്. മനസ്സിലാണെങ്കിൽ ഇതാ താഴെ ഇറക്കണം. ഈ റോഡൊക്കെ പുട്ട് പോലെ കയറ്റി കൊണ്ടുവന്നത് നിങ്ങളുടെ അത്ഭുതമായിപ്പോയി. ചെക്കൻ്റെ സ്കില്ല് കണ്ടിട്ടുണ്ടാ ഇവിടുന്ന് കയറ്റിയിട്ട്. ഇതൊക്കെ നല്ല വലിയ പാറക്കല്ല കേട്ടോ, കണ്ടാൽ തോന്നില്ല എന്നേ ഉള്ളൂ. ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഡ്രൈവർ മച്ചാനതാ സിഗരറ്റ് വലിക്കാൻ ഇറങ്ങിക്ക്. അപ്പുറത്തെ വേറെ വണ്ടി കുടുങ്ങിക്കിടക്കുകയാണോ എന്താണെന്ന് ഇവിടെ ഓടെ ഇറങ്ങിയിട്ടൊന്നും കാണുന്നുമില്ല. ട്രാക്ടർ ട്രാപ്പായിട്ടുണ്ട്, അതാണ് ബ്ലോക്കിൻ്റെ കാര്യം. നമ്മൾ നടന്നത് താഴെത്തി, മുകളിലെത്തി. ഉണ്ടോ ട്രാക്ടർ കുടുങ്ങി. എന്തൊരു
പ്രത്യേക സാധനമായിട്ടൊന്നും ഉണ്ടല്ല. പക്ഷെ വെച്ച് വലിക്കുന്നുണ്ട് തോന്നുന്നു. രണ്ടെണ്ണം തമ്മിൽ മുട്ടി സീനായി. ഡ്രൈവിംഗ് സ്കില്ല അതിൻ്റെ ഇടയിൽ നിന്ന് എടുത്ത് കൊണ്ടുവരുന്നുണ്ടോ. ഒരു പൊടിക്ക് വെച്ചെടുക്കുന്നതാണ് പുറം കൊക്ക ഇത് എടുത്തോണ്ടിരുന്ന് നോക്കിയാ. എമ്മാ സ്കില്ലിറ്റേക്ക് അത് തട്ടി വീല് തട്ടി ചരിച്ചു കൊണ്ടുവരാം. അതിൻ്റെ വീലിന് തട്ടിച്ചിട്ട് ചരിച്ച് ബോഡി ചരിച്ച് അല്ല ഇപ്പം കറക്റ്റ് കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മളെ ഡ്രൈവർ എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് സെറ്റാക്കുന്നുണ്ട്. റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ഇത് തോന്നുന്നുണ്ട്. വണ്ടി ലോഡ് വലിയുന്നില്ല വേട്ടാ. മുഷ്കിൽ ഹേ. ടയർ തട്ടുന്നൊന്നുമില്ലല്ലോ. ലോഡ് വലിയാത്ത പ്രശ്നം വേറൊന്നല്ല. അതുപോലെ എടുക്കും 100% ഉറപ്പാക്കിയിട്ടു. കല്ല് വെച്ചെടുക്കുന്നുണ്ട്. ഇതൊന്നാമത് ട്രാക്ടറും കൂടി അതിനെ കൊണ്ടേ വളഞ്ഞിട്ടാണ് ലോക ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ ഇത് വളയുന്നിടത്തായിരിക്കില്ല ബാക്കത്തെ പാർസൽ ക്യാരേജിങ് സാധനം വളഞ്ഞിട്ട് നോക്കുന്നുണ്ട് അല്ലേ. പക്ഷെ നേരെ എടുത്താൽ മതിയല്ലോ നമുക്ക്. ബാക്ക് വെക്കുക. കല്ലുമ താങ്ങിയിട്ട് എടുക്കാൻ തോന്നുന്നു. അത്ര കല്ലൊക്കെ വെച്ചാണ്ട് എന്താ ചെയ്യുന്നത്. ബാക്കി എന്നിട്ട് കാണിക്കാം എന്താ ചെയ്യുന്നത് നോക്കട്ടെ. തെല്ലും തട്ടിയും കിട്ടുന്നില്ല. ഇവരെന്താ കാട്ടുന്ന അവിടെ കുയി സാധനം ഇട്ടിട്ട് ഗ്യാപ്പ് ഉണ്ടാക്കുന്ന നമ്മളെ വയ്യറ്റാക്കുക. കേട്ടോ ഒന്ന് പൊളഞ്ഞ് എൻ്റെ നേരെ വന്നീനും. വേഗം താഴോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കട്ടെ. സൈഡോട്ടൊക്കെ നിൽക്കട്ടെ. ആവൂല നേരെ കയറി. ഞാൻ വെച്ച് അപ്പുറത്തൂടെ പോകുന്നു. ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. നേരെ കയറി തോന്നുമ്പോ നേരത്തെ കയറി വിചാരിച്ചോ. കഴിച്ചില്ലേ കുഴി രണ്ട് സൈഡ് അങ്ങനെ കുഴി വന്നതെന്ന് മനസ്സിലായില്ല എന്നല്ലേ. ഇതിങ്ങനെ കുഴിച്ചുകൊണ്ടോ നമുക്ക് കയറാത്തടുത്തുനിന്ന് ഇത് നേരെ പിടിച്ച് കുഴിക്കും. കണ്ടോ പിടിച്ച് പോകുന്നല്ല. സീനാണ്. ഇപ്പം നടക്കേണ്ടി വരും തോന്നുന്നുണ്ട്. നന്താടൊക്കെ ചാൻസസ് കാണുന്നുണ്ട് വണ്ടി വലിയാത്തോണ്ട്. അവിടുന്ന് ഒരു രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് രക്ഷപ്പെട്ട് 2:30 കഴിഞ്ഞ്. എന്നിട്ട് ഇപ്പോൾ അടുത്തടുത്ത് വിടും. ഇവിടെ എന്തോ സാധനം കയറ്റും എന്താണ്. നല്ലൊരു മഴ പെയ്ത് ആ കോടയെല്ലാം പോയി മൊത്തത്തിൽ ക്ലിയർ ആയിട്ടുണ്ട്. ഒരു മഴയോട് കൂടി നമ്മളെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മഴ, നല്ല തണുപ്പുണ്ട്. കണ്ടോ ഒരു ട്രാക്ടർ വെച്ചേ JCB വീണ് കിടക്കുന്നുണ്ടോ. അങ്ങനെയൊക്കെ ട്രക്കിങ്ങിന് പോകലാണെന്നറിയില്ല. അല്ല ഇവിടെ ഉള്ളവരാണ് നമ്മുടെ ഇവിടെയുള്ള നാട്ടുകാർ ഏകദേശം ഇങ്ങനെയൊക്കെ തരാം കേട്ടോ നടക്കൽ. അടിപൊളി റൂട്ട്. അവിടെ നിന്ന് 1/2 മണിക്കൂർ നടക്കാണ്ട് എന്നാണ് പറഞ്ഞത്. പയ്യേക്ക് നമ്മൾ അവിടെ എവറസ്റ്റ് വ്യൂ ഹോട്ടൽ കണ്ട് ചെയ്യും. ഹായ്. ഇവിടെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കും. അതാണ് ഈ ഒരു ഏരിയൻ്റെ ഹിമാലയൻ റേഞ്ചിൻ്റെ ഒരു പ്രത്യേകത. ഇവിടുന്ന് പാറ നിലത്തോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ സൈഡ് പിടിച്ച് പോകുന്നത്. ആ സൈഡ് ലേശം ഡേഞ്ചറാണെന്നാണ് നമ്മളെ ഡ്രൈവറും പിന്നെ ഈ കുടുങ്ങിപ്പോയ ട്രാക്ടർ ഡ്രൈവറില്ല അവർ പറഞ്ഞത്. കാണുന്ന ടൗണാന്ന് തോന്നുന്നു പയ്യ. കാരണം 1/2 മണിക്കൂർ നടന്നാൽ അവിടെ എത്തണ്ടേ. ഇതിലൂടെ ചുറ്റി തിരിഞ്ഞ് പോകുന്നവരെ കറക്റ്റ് 1/2 മണിക്കൂറാവും. ഇതുണ്ടോ മുകളിൽ നിന്ന് വാട്ടർഫാൾസ് വരുന്നത്. വൈഡ് ആംഗിൾ ഇട്ടതിനെ കൊണ്ട് ആ വെള്ള ലൈന് പോലെ കാണുന്ന വാട്ടർഫാൾസാണ്. വൈഡ് ആംഗിൾ ഇട്ടതിനെ കൊണ്ട് മര്യാദ കിട്ടുക നടക്കാം. അടിപൊളി റൂട്ട് ഇട്ടത്. രസം നടക്കാൻ താഴോട്ട് നോക്കിയാൽ നല്ല ഒക്ക നല്ല രസമുണ്ട്. നൈസ്. ഞാൻ വരുന്ന ടൈമിൽ കണ്ടോ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് പപ്പടം പൊടിയും നമ്മൾ പൊടിഞ്ഞു പോയി. JCB ആണെന്ന് തോന്നുന്നു. ലേറ്റാച്ചിയോ
ഏതേക്കും അതിലേതോ ഒന്നാ പപ്പടം പൊടി നേരെ പൊടിഞ്ഞിക്ക് ഉണ്ടോ? ഏത് സീനിങ്ങനെ ഞാനിപ്പം വരുന്നേരം ഞാൻ നടക്കുന്ന ഈ ഭാഗത്തുള്ള ഇതില്ലേ അതിലെ പറമ്പ് നേരെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴത്തേക്ക് അവിടെ വാട്ടർഫോളൊക്കെ ഉണ്ടിട്ട് ഇവിടെ ഉണ്ടോ. ഇതിപ്പം അടിയിൽ കൂടെ കറക്കി വിട്ടിട്ട് ഇപ്പം ഇറക്കി ഇറ്റാച്ച് തന്നെ അതിൻ്റെ ബ്ലേഡും ഇതൊക്കെ അല്ല. സീനാണ് കാണാൻ എന്തായാലും അടിപൊളി സ്ഥലമാണ്. പക്ഷേ അതുപോലെ അപകടമാണ്. കാണാനുള്ള രസത്തിനനുസരിച്ച് അപകടമുണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. പക്ഷേ നമ്മൾ നടന്ന് കുറേ ദൂരം എത്തി. ഏകദേശം പയ്യ അതാണ് ഇതിങ്ങനെ ചുറ്റിപ്പോയിട്ട് എത്തുന്ന പയ്യയിലേക്കായിരിക്കുന്നു നമുക്ക് വിചാരിക്കാം. പിന്നെ ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം മുകളിൽ നിന്ന് പാറ വെക്കുന്ന ഇവിടുന്ന് ട്രാക്ടർ പോയാൽ ചറവറവ് നേരത്തൊന്നും നേരത്തേക്ക് ഭാഗ്യത്തിന് കഴിച്ചില്ല. ഞാൻ എങ്ങനെയോ ചാടിക്കണതാ. അതാ ഉണ്ടോ പോകുന്നുണ്ടോ മണ്ണിടുന്നുണ്ടോ ഇതുപോലെ ഇടിഞ്ഞു പോവും. നമ്മളെ മേത്തേക്ക് മുകളിൽ നിന്ന് ഇടിഞ്ഞു വരും ശരിക്കും. അങ്ങനെ പ്രശ്നം ഇവിടെ നല്ലോണം ഉണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സോളോ പോകുന്നവർ പ്രത്യേകിച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടാരും ഇല്ലല്ലോ. എന്തെങ്കിലും പറ്റിയാൽ തന്നെ ഒന്ന് അറിയേണ്ടിയിട്ട് ഒരാളും മനുഷ്യനും ഇല്ലല്ലോ. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. സോ അത് വളരെയധികം കെയർ ചെയ്യുക. എന്തൊരു സൗണ്ട് കേട്ടാലും അതായത് ചെറിയ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ കേട്ടില്ല. അതുപോലെ എന്തൊരു സൗണ്ട് കേട്ടാലും നാലുഭാഗം ശ്രദ്ധിക്കുക. കാരണം ഡേഞ്ചറാണ്. കണ്ടോ ഇതിപ്പോൾ ഞാൻ ട്രാക്ടർ പോലെ വീണതാ. കണ്ടോ ഈ പീസെല്ലാം ആ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടെ ട്രക്കിങ്ങിന് വരുന്നുണ്ട് വരാൻ. ഇപ്പം എന്തായാലും പയ്യെ എത്തിയിട്ട് കാണാം. ഇവിടെ മൊത്തം ചളിയാ. അതുകൊണ്ടേ സൂക്ഷിച്ച് നടന്നിട്ട് പണിയാ കാര്യമുണ്ട്. ഷൂ ഒക്കെ മൊത്തം മാറി. ഷൂ ഫുള്ള് ചളിയായി. ഞാൻ റെയിൻകോട്ടൊക്കെ ഊരിട്ടോ. നല്ല വെയിൽ വന്നതിനെ കൊണ്ട് റെയിൻകോട്ടൊക്കെ ഊരി നടക്കുന്നപ്പോൾ നമ്മൾ പയ്യെ എത്തിയിട്ടുണ്ട്. ഇതാണ് പയ്യയിലെ പഴയ വഴി. ഇതിപ്പം വണ്ടിയൊക്കെ പോകാനുള്ള വഴിയാണ്. പക്ഷേ നമ്മൾ ഇതിലോട്ട് വെറുതെ ഇറങ്ങി കഷ്ടപ്പെടില്ല. വൈ ഇതിനൊക്കെ എങ്ങനെയാണോ ഇവിടുന്ന് സിഗരറ്റും വലിച്ച് നടക്കുന്നത്. ഇത് മാത്രം സ്റ്റാമിൻ്റെ അടുത്ത് നീക്കിയിട്ട് ഇതിപ്പോൾ വണ്ടികൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ വഴിയാണ്. ഇത് പഴയ ക്ലാസിക് റൂട്ടിലുള്ളതാണ്. അപ്പോൾ നമ്മളെന്തായാലും മൂക്കൂടെ പോകാം. താഴോട്ട് ഇറങ്ങി പിന്നെയും പഞ്ഞല്ലേ കിടങ്ങാറില്ല. അതിലും നല്ല ഇതിലോട്ട് പോകുന്നല്ലേ. അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് തന്നെ പോവാ. സമയം 5 മണിയായി. അരമണിക്കൂർ നിന്നിട്ട് ഞാൻ ട്രക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടെല്ലാം കൂടി ഇപ്പം ഒരു 1.5 മണിക്കൂറായി. പിന്നെ നമ്മളവിടെ കണ്ടെടുത്തല്ലായിരുന്നു നമ്മളെ ഹോട്ടലിലേക്ക്. ഇനിയും 15 മിനിറ്റ് മുകളിലേക്ക് നടക്കാണ്ട് കാണുന്നുണ്ട്. ചേട്ടൻ കാരണം ഞാൻ റെസ്റ്റ് എടുക്കാൻ നിൽക്കുക. 2 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഒരു നല്ല കമ്പനിയാണ്. നമ്മളെ കണ്ടാൽ നമസ്തേ എന്ന് പറയും. വന്നിട്ട് നല്ല രസമാണ്. ഇതാണ് യാക്ക് സ്റ്റാൻഡാണ് ഇത് ഇവിടുത്തെ. മുപ്പത് ഗംഭീര കൂർക്കാക്കത്തിയുണ്ട്. ഇത് ചിലപ്പോൾ അതിന് നമ്മളിങ്ങനെ നടന്നു എവറസ്റ്റ് വ്യൂ ഹോട്ടലിൽ തപ്പി പോവുക. ദേക്കാൻ നീ അബി തക്ക് പോകട്ടെ. എവറസ്റ്റ് വ്യൂ ഹോട്ടൽ നമ്മളെ ചാമ്പി. ഇവിടെ റൂമില്ല എന്ന് പറഞ്ഞ് എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞതെന്നറിയില്ല. ഇനിയിപ്പം അപ്പുറം ഒരു റൂമുണ്ട്, അങ്ങോട്ട് പോയോക്കട്ടെ. കുഴപ്പമില്ല. എന്തായാലും മുന്നോട്ട് നടക്കുന്നത് നല്ലതാണല്ലോ. ബാക്കിൽ റൂമുണ്ട്. നമുക്ക് ബാക്കോട്ട് നടക്കാൻ മടിയാണ് കൊണ്ടാണ് മുന്നോട്ട് നടക്കുന്നത്. സമയത്ത് നന്നായിട്ടില്ല, 5:30 അങ്ങനെ ആയിട്ടുള്ളൂ. ഇവിടെ ഒത്തിരി മ്യൂളുകൾ പുല്ല് നിന്ന ഏതാ വ്യൂ. നമ്മൾ നടന്നു വന്ന വയ്യാട്ടത്. അതിലൂടെ നടന്നു വന്ന് കാണാൻ ഭയങ്കര എടുത്താണ്. പക്ഷെ നടന്നു വരാൻ കുറേ സമയം എടുക്കും. അത്രയേ ഉള്ളൂ. റൂമിലെത്തിയിട്ടുണ്ട്. റൂമിൽ ചാർജറൊന്നുമില്ല. താഴെയുള്ള ചാർജർ. അതിന് 100 റുപ്യ മുമ്പ് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ഫ്രീ ആയിട്ട് കൊണ്ടാകും, ഒരാളെ ഉള്ളൊരു ചാർജിങ് ഉള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് കാല് പിടിച്ച് സെറ്റാക്കി. പിന്നെ റൂമിന് 2,500 പറഞ്ഞു. അവിടുന്ന് പറഞ്ഞ് ഡിന്നറും പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പിന്നെ 400 പറഞ്ഞു. ഞാൻ 350 പറഞ്ഞു. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഒന്ന് ബാത്റൂമിലൊക്കെ പോകണം, എന്നിട്ടൊന്ന് കിടക്കണം, എന്നിട്ടൊന്ന് ഡിന്നർ കഴിക്കണം. ഇതൊക്കെ തന്നെ പരിപാടി. ഇത് നാളെ രാവിലെ എണീച്ച് പോകേണ്ടതല്ലേ. നാളെ ഇനിയിപ്പോൾ ഒന്ന് സുർക്ക അല്ലെങ്കിൽ ഫഗ്ഡിങ് ഏതെങ്കിലും ഒരു സ്ഥലം പിടിക്കണം.
ഇവർ പറയുന്ന പോകുന്നില്ല, ഇവർ അരമണിക്കൂർ പറയുന്നത് നമ്മൾ കയ്യിലും ടൈം എടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ 6 മണി അങ്ങനെ ആനായി. ഞാൻ മെല്ലെ മെല്ലെ നടന്നത്, കാരണം വെറുതെ ഓടി വന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, മെല്ലെ വന്നാൽ മതിയല്ലോ. അല്ലാണ്ട് പെട്ടെന്ന് ഇവിടുന്ന് നമ്മൾ ആവേശം കാണിച്ചാൽ നല്ല പണി കിട്ടും. അത് എന്നോട് മറ്റേ മൂപ്പര് പറഞ്ഞില്ലേ, പസങ് എന്ന് പറയുന്ന മൂപ്പര് ഈ പ്രാവശ്യം എവറസ്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്ത മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് കുറേ അഡ്വൈസ് തന്നിട്ടുണ്ട് പുള്ളിക്കാരൻ. അപ്പോൾ അങ്ങനെ കുറേ കാര്യമുണ്ട്. അപ്പോൾ ശരി, എന്നാൽ ഞാൻ പോയിട്ട് ബാത്റൂമിലൊക്കെ ഒന്ന് പോട്ടെ, എന്നിട്ട് ഡിന്നർ കഴിക്കാനുള്ള പരിപാടി ആവട്ടെ. ബൈ ബൈ.